ഇതോടുകൂടി നവരാത്രിയുടെ ഗെയിം സെക്ഷൻസിൻ്റെ വിഷ്വലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയും ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു, ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും ഫോട്ടോസും വീഡിയോസും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം സ്റ്റോറേജ് ഫുള്ളായിരുന്നു, ചാർജ് ഉണ്ടായിരുന്നില്ല, മഴയായിരുന്നു, ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഡെക്കോറ് കാര്യങ്ങളൊക്കെ ഫോട്ടോസ് ഇട്ടപ്പോൾ കുറച്ചാളൊക്കെ ചോദിച്ചു ആരാ ചെയ്തതെന്നൊക്കെ. ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഒന്നുമല്ല, നമ്മൾ തന്നെയാണ് ചെയ്തത്, നമ്മളാണ് ഫുൾ പണിയെടുത്ത് ഡെക്കോർ ചെയ്തത്. പക്ഷേ ഇങ്ങനെ മഴേൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഇവിടെ മെയിൻ ഡെക്കോർ ചെയ്ത ഭാഗത്തു നിന്നല്ല നമ്മൾ ഗെയിംസൊക്കെ കളിച്ചത്, ക്ലാസ് റൂമിൽ നിന്നായിരുന്നു. പിന്നെ കുറേ ഇവിടുന്ന് കളിച്ച എക്യുപ്മെൻറ്റ്സിൻ്റെ ഒന്നും ഫോട്ടോ കാര്യങ്ങൾ കുറച്ച് ഇവിടെ ചെയ്ത സംഭവമൊന്നും എൻ്റെ അടുത്തില്ല, ഫോട്ടോ എടുത്തിട്ടില്ല സത്യം പറഞ്ഞാൽ. സ്റ്റോറേജൊക്കെ ഫുള്ളായതുകൊണ്ട് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ മെയിൻ പണിക്കാരെന്ന് പറയുന്ന മൈനറാണ്. മൈനർ ഈ ലേഡറിൻ്റെ മേലെ ഈ പരിപാടി നടക്കുന്ന തലേ ദിവസം തുടങ്ങി, രാവിലെ 7 മണിക്ക് നമ്മൾ തുടങ്ങിയായിരുന്നു പരിപാടി. 7 മണിക്ക് അവൻ ലേഡറിൻ്റെ മേലെ കയറിയതാണ്, അവിടെ തന്നെ ആയിരുന്നു. അത്രയും പണികളുണ്ട്, കുറേ സ്ട്രഗിളിങ് ആയിരുന്നു. ഇവൻറ്റ് മാനേജ്മെൻറ്റ് പന്തൽ പണിക്കാരെല്ലാം ബുദ്ധിമുട്ട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ മഴ പെയ്ത് ഫുള്ള് ചളിയൊക്കെ ആയിരുന്നു, ഫുള്ള് വാടക സാധനത്തിൽ മൊത്തം ചളിയായിരുന്നു. അതൊന്നും കഴുകാതെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മെയിൻ പണിക്കാരി ഞാനായിരുന്നു. ഇത് 20 മീറ്റർ തുണി, ഈ 20 മീറ്റർ തുണി ഒറ്റയ്ക്ക് കഴുകാനുള്ള ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതുപോലെ 20 മീറ്റർ തുണി ഉണ്ടെങ്കിൽ നമുക്ക് പരസഹായം ഇല്ലാണ്ട് അത് അലക്കി കൊടുക്കാനുള്ള ഫുൾ മണ്ണാണ് അതിലൊക്കെ ഉള്ള ട്രിക്കാണിത്. അങ്ങനെ അതൊക്കെ അലക്കി ഫുള്ള് വിരിച്ചിട്ട് പാക്ക് ചെയ്ത് പണ്ടത്തെ പോലെ തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്.